ഇന്ന് നമുക്കൊരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം. ഇന്നത്തെ ഈ എരിശ്ശേരിക്കായിട്ട് ഒരു ചക്കയുടെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ചക്ക നന്നായി ക്ലീൻ ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. ചക്കക്കറിക്കകത്ത് ചക്കക്കുരു ഇടുന്നവരുണ്ട്, ഇടാത്തവരുണ്ട്. അപ്പോൾ ചക്കക്കുരു ഇഷ്ടമുള്ളവർ ചക്കക്കുരുവും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കുക. അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ ചക്കയുടെ അത്രയും, ചക്ക എത്രത്തോളം ഉണ്ടോ അത്രയും വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് ഇളക്കുക. ലാസ്റ്റ് ടേസ്റ്റ് നോക്കി നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അല്ലാത്ത എന്നും കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ചക്ക വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. എരിവിനായി നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു എങ്കിലും വേറൊരു ടേസ്റ്റിനും ഫ്ലേവറിനുമായിട്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചക്ക കുക്കായി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ അരപ്പ് ചേർത്ത് യോജിപ്പിക്കാവുന്നതാണ്. ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി കുക്ക്ഡാണ് ചക്ക. പിന്നെ ഈ അരപ്പൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഈ സമയത്ത് നമുക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം. ഒരു പാൻ ചൂടായ ശേഷം അല്പം എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. ചിലവരൊക്കെ സൺഫ്ലവർ ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് അല്പം ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ അല്പം കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, വറ്റൽ മുളക്, കറിവേപ്പില ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. പിന്നെ ഈ എരിശ്ശേരിക്ക് കുറച്ച് ടേസ്റ്റിനായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്ത് വറുക്കുക. തേങ്ങയുടെ കളർ മാറി തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. തേങ്ങ വറുക്കുന്ന സമയത്ത് കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. താളിച്ച ശേഷം 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. അല്ലെങ്കിൽ കഴിക്കാൻ നേരത്തെ ഇളക്കി യോജിപ്പിച്ചാലും മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ ദെൻ, താങ്ക് യു.